ഇനി നമുക്ക് അതിൻ്റെ പ്രോബ്ലത്തിലോട്ട് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ബോർഡിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇതാണ് ക്വസ്റ്റ്യൻ. ആൻ ഒബ്ജക്റ്റ് ഓഫ് ഹൈറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒബ്ജക്റ്റിന്റെ ഹൈറ്റിനെ നമ്മൾ റെപ്രസെന്റ് ലെറ്റർ എന്താ? എച്ച് ആണ് ഒബ്ജക്റ്റിന്റെ ഹൈറ്റിനെ റെപ്രസെന്റ് ലെറ്റർ. അത് പറഞ്ഞിട്ടുള്ളത് 1.5 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈസ് പ്ലേസ്ഡ് പെർപെൻഡിക്കുലർ ടു ദി പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസിന് പെർപെൻഡിക്കുലർ. ഏത് ലെങ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്? കോൺവെക്സ് ലെങ്സ്. അപ്പോൾ ജസ്റ്റ് ഒരു കോൺവെക്സ് ലെങ്സ് വരയ്ക്കുക. ഇതാ ഒരു കോൺവെക്സ് ലെങ്സ് വരച്ചു. അവിടെ പ്രിൻസിപ്പൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. ഇനി ഫോക്കൽ ലെങ്ത്. അപ്പോൾ ഇതിന്റെ ഫോക്കൽ ലെങ്ത് നമ്മൾ ഇവിടെ നിന്ന് റൈറ്റിലോട്ടാണ്. ഇവിടെ ഓർമ്മയുണ്ടോ? എഫ്, ഇവിടെ 2F. ഇങ്ങനെയാണ് നമ്മൾ വരച്ചു പഠിച്ചത്. ഇവിടെ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് വരുന്ന റേ, ഓർമ്മയില്ലേ? ഇതാ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് വരുന്ന റേ റിഫ്രാക്ഷന് ശേഷം ഫോക്കസിൽ കൂടി പോകും. അപ്പോൾ സെന്റർ മുതൽ ഇങ്ങോട്ടാണ് മെഷർ ചെയ്യുന്നത് ഫോക്കസ്. അതുകൊണ്ട് അതിന്റെ വാല്യൂ പോസിറ്റീവായിട്ടാണ് എടുക്കാനുള്ളത്. എഫിന്റെ വാല്യൂ പോസിറ്റീവ് എടുക്കണം. ഫോക്കൽ ലെങ്ത് പറയുന്നത് 10 സെന്റിമീറ്റർ എന്ന് പറയുന്നു. ഇനി പൊസിഷൻ പറയണം, നേച്ചർ പറയണം, സൈസ് പറയണം, സൈസ് ഓഫ് ദി ഇമേജ് പറയണം. ഇറ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ്. യുവിന്റെ ആൻസറും പറഞ്ഞിട്ടുണ്ട്. യുവിന്റെ ആൻസർ എത്ര പറഞ്ഞിട്ടുണ്ട്? പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് 25 സെന്റിമീറ്റർ. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് ലെഫ്റ്റിലോട്ടാണ്, കണ്ടോ? ഈ സൈഡിലോട്ടാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ ആൻസർ എടുക്കുമ്പോൾ യുവിന്റെ ആൻസർ മൈനസ് എന്ന് എടുക്കണം. നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് ബി കണ്ടുപിടിക്കണം. സോ എങ്ങനെയാണ് കണ്ടുപിടിക്കാനുള്ളത്? ബി കണ്ടുപിടിക്കണം. അതുപോലെ HIയും കണ്ടുപിടിക്കണം. സൈസ് കണ്ടുപിടിക്കണം. ഇമേജിന്റെ സൈസും കണ്ടുപിടിക്കണം. എവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കണം. സോ നമുക്ക് എഴുതാം. നമ്മുടെ ലെങ്സ് ഫോർമുല നമുക്ക് ലെങ്സ് ഫോർമുല നമുക്ക് അപ്ലൈ ചെയ്യാം. ലെങ്സ് ഫോർമുല നമ്മൾ പഠിച്ചത് എന്താ? 1/f = 1/v മൈനസ് 1/u എന്നാണ് പഠിച്ചത് അല്ലേ? 1/fന്റെ ആൻസർ ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നു 10 ആണ്. സോ 1/10 മൈനസ് 1/vന്റെ ആൻസർ അറിയില്ല. അപ്പോൾ = v. 1/10 = 1/v മൈനസ് 1/, യുവിന്റെ ആൻസർ എത്രയാണ്? -25 ആണ്. സോ -25 അതേപോലെ എഴുതി. ഈ മൈനസും പ്ലസ് ആവും. സോ 1/10 = 1/v മൈനസും പ്ലസ് ആയി 1/25 ആയി. 1/v കണ്ടുപിടിക്കാൻ ഈ നമ്പറിനെ ഇങ്ങോട്ട് എടുക്കുക. ഓൾറെഡി ഇവിടെ ഒരു 1/10 ഉണ്ട്. സോ 1/10 മൈനസ്, ഇവ നല്ല പൈനാണ്, ഇപ്പുറത്തുനിന്ന അഴുക്ക പൈനാവും. സോ മൈനസ് 1/25 ഇവിടെ ആരാണ്? 1/v. ഇനി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തിയാൽ ഈ 25നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 25 മൈനസ് ഈ 10നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 10 ഡിവൈഡഡ് ബൈ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ 10നെ 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 250 ആണ്. = 1/v എന്ന് കിട്ടും. ഇനി 25ന്ന് 10 കുറച്ചാൽ 15 ആണ്. ഡിവൈഡഡ് ബൈ 250 എന്ന് കിട്ടും. 1/v. നമുക്ക് വേണ്ടത് 1/v അല്ല, v ആണ്. v കണ്ടുപിടിക്കാൻ ഇതിനെ തിരിച്ചെഴുതണം. സോ ഇതിനെ തിരിച്ചെഴുതുക. 250/15 = v/1. v/1 എന്താ? v തന്നെയാണ്. v/1ന്റെ അർത്ഥം v തന്നെയാണ്. 250/15 250/15 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ആണ്, ഞാൻ ഇവിടെ എഴുതാം, 16.67 എന്ന് കിട്ടും. അത്രയും സെന്റിമീറ്റർ. സോ നമ്മുടെ ആദ്യത്തെ ആൻസർ ബി കണ്ടുപിടിച്ചു. നോക്കിക്കേ, ഇവിടെ ആദ്യത്തെ ഒബ്ജക്റ്റിന്റെ സൈസ് എത്രയാണ്? ഒബ്ജക്റ്റിന്റെ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 1.5. സോ മാഗ്നിഫിക്കേഷൻ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? മാഗ്നിഫിക്കേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ഇതായിരുന്നു. m = hi ഡിവൈഡഡ് ബൈ ho = v/u എന്നാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, ഇവിടെ HIനെ പറ്റി നമുക്കൊരു ധാരണയുണ്ട്, HOനെ പറ്റി ധാരണയുണ്ട്. HI നമുക്ക് കണ്ടുപിടിക്കാനുള്ളതാണ്. മാഗ്നിഫിക്കേഷൻ അറിയത്തില്ല, മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാം. സോ ഈ ഇക്വേഷനെ മാറ്റി നിർത്തുകയാണ്. m അതേപോലെ എഴുതി = വിന്റെ ആൻസർ എത്രയാ? അല്ലെങ്കിൽ അത് ഒന്ന് മാറ്റി നിർത്തേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. സോ m = പറ hi ഡിവൈഡഡ് ബൈ ho = v/u. ഇതാണ് നമ്മൾ പഠിച്ചത്. HI അതേപോലെ എഴുതി, ഡിവൈഡഡ് ബൈ ho ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 1.5 = വിന്റെ ആൻസർ ഇവിടെ കണ്ടുപിടിച്ചല്ലോ. എത്രയാണ്? 16.67 ഡിവൈഡഡ് ബൈ യുവിന്റെ ആൻസർ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് -25. സോ -25. HI കണ്ടുപിടിക്കാൻ ഈ 1.5നെ മുകളിലോട്ട് എഴുതുക. മുകളിലോട്ട് എഴുതിയാൽ മൾട്ടിപ്ലിക്കേഷൻ ആവും. ഈ താഴെയുള്ള 1.5നെ മുകളിലോട്ട് എഴുതിയ. സോ 16.67 × 1.5 ഡിവൈഡഡ് ബൈ -25. ഇത് നിങ്ങൾ കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത് ഏകദേശം -0.99
സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ 2 ചോദ്യത്തിനും ആൻസർ ഇവിടെ പറയും. ഇവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് വലുതും ഇമേജിൻ്റെ ഹൈറ്റ് ചെറുതുമാണ്. സോ ഇമേജ് HIൻ്റെ ആൻസർ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇൻവേർട്ടഡ് ഇമേജ് ആണ് കിട്ടുന്നത്. ഇൻവേർട്ടഡ് ഇമേജ് ആണ് സ്മോൾ ഇൻ സൈസ്. അതൊക്കെയാണ് അവിടെ നേച്ചർ ചോദിച്ചാൽ എഴുതാം. കണ്ടോ, പൊസിഷൻ എന്നുള്ളത് ബി ആണ്. പൊസിഷൻ ആൻസർ ബി. റൈറ്റിൽ നിന്ന് 16.6 സെൻറ്റിമീറ്റർ ആണ്. ഇനി നേച്ചർ എന്താ? റിയൽ ആണെന്ന് പറഞ്ഞത് ഒബ്ജക്റ്റിൻ്റെ ഇമേജിൻ്റെ ഹൈറ്റ് തിരിഞ്ഞാണ് വന്നത്. നെഗറ്റീവ് വന്നാൽ തിരിഞ്ഞാണ് മീൻ. അത് നമുക്കറിയുന്ന കാര്യമാണ്. മുകളിലോട്ടാണെങ്കിൽ പോസിറ്റീവും താഴോട്ടാണെങ്കിൽ നെഗറ്റീവാണ്. അപ്പോൾ HIൻ്റെ ആൻസർ താഴോട്ടാണ് വന്നത്, അതുകൊണ്ടാണ് നെഗറ്റീവ് വന്നത്. ഇനി അതുകൊണ്ട് നോക്കിക്കേ, ഇമേജിൻ്റെ സൈസ് ചെറുതാണ്, ഒബ്ജക്റ്റിൻ്റെ സൈസ് വളരെയാണ്. സോ സ്മോൾ ഇൻ സൈസാണ്. അതാണ് ഇവിടെ എഴുതേണ്ട ബാക്കിയുള്ള ആൻസർ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പഠിച്ചു. ആത്മാർത്ഥമായിട്ട് ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, ഒന്നുകൂടെ ഒന്ന് ചെയ്ത് പഠിക്കാം.